ഒരു നീന്തൽക്കാരന് നീന്തുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ജലത്തെ പിന്നോട്ട് തള്ളിക്കളഞ്ഞേ പറ്റുകയുള്ളൂ. ഫോക്കസ് ഓൺ ദ പ്രസന്റ്. കുട്ടികൾക്ക് ഇവിടെ ലെറ്റ് ഇറ്റ് ഗോ മെക്കാനിസത്തെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നീന്തുന്ന നമ്മുടെ മനസ്സ്, ജലം ജീവൻ. പിന്നോട്ട് തള്ളിക്കളയുന്ന വെള്ളം നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ, പരാജയ ഭീതികൾ, ബന്ധങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് എന്തുമായിക്കോട്ടെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് നീന്തി ലക്ഷ്യസ്ഥാനത്തെത്തുക. കുട്ടികൾക്കിത് ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളെ എന്തെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഹർട്ട്, ലെറ്റ് ഇറ്റ് ഹീൽ, ലെറ്റ് ഇറ്റ് ഗോ. ആ ഹർട്ട് ചെയ്തത് നമ്മളങ്ങ് അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. സപ്രസ് ചെയ്യുന്നതിനേക്കാൾ ആ വേദനയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിനെ ഹീൽ ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഹീൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആരുമില്ല എന്നത് സ്വാഭാവികമായിട്ട് അത് ഉണങ്ങാനൊരു സമയം കൊടുക്കുക. ഉണങ്ങിയ ശേഷം ലെറ്റ് ഇറ്റ് ഗോ, നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക. അതാണ് ലെറ്റ് ഇറ്റ് ഗോ മെക്കാനിസം. ഈ ഒരു നീന്തലിൻ്റെ കഥയിലൂടെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു, ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ നിമിഷം സെലിബ്രേറ്റ് ചെയ്യുക, ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പഴയ ഓർമ്മകളിലേക്ക് പോകരുത്, നമുക്ക് നീന്താൻ പറ്റില്ല. മുന്നോട്ട് ഏത് ദിശയിലോട്ടാണ് അതിൻ്റെ ആഴം നോക്കിയാൽ അതൊരു ഫ്യൂച്ചർ ആങ്സൈറ്റി ആയി മാറും. നമ്മളതെങ്ങും എത്തില്ല. വലിയൊരു ഭാരം, ഈ നെഗറ്റീവ് തോട്ട്സ് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു വലിയൊരു കല്ല് കെട്ടി നമ്മുടെ കഴുത്തിലിട്ടേക്കുന്ന പോലെ നമ്മൾ താഴേക്ക് പോകും. നമുക്കിതൊന്നുമല്ല വേണ്ടുന്നത്, നമ്മൾ മുന്നോട്ട് നീന്തിയേ പറ്റൂ. അത് നമ്മുടെ കുട്ടികൾക്ക് കഴിയും. അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. ലെറ്റ് ഇറ്റ് ഗോ മെക്കാനിസത്തിലൂടെ പോസിറ്റീവായിട്ടൊരു ലൈഫ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ബി പോസിറ്റീവ്.